ഹായ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൽ എങ്ങനെയാണ് പുതിയ ഒരു നമ്മൾ സാധാ നോർമൽ ഇടുന്ന ഒരു ചുരിദാർ എങ്ങനെ വരച്ച് അതിൻ്റെ ഫിഗർ വരച്ച് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ വരയ്ക്കുന്നത്. ഞാൻ 4 മടക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈന് കൊടുത്തത് നമ്മുടെ ഫുൾ ലെങ്ത്ത്, അതായത് ഷോൾഡർ മുതൽ നമ്മൾ ബോട്ടം വരെ ഉള്ള ഫുൾ ലെങ്ത്തിനോട് കൂടിയിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുത്ത് അതിനോട് കൂടി 2 ഇഞ്ച് കൊടുക്കുക. മുകളിൽ 1/2 ഇഞ്ചും താഴെ 1.5 ഇഞ്ചുമാണ് മടക്കി തയ്ക്കാൻ ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ ഷോൾഡർ എടുക്കാം. ഷോൾഡർ എടുക്കുന്നത് നമ്മുടെ കൈയിൻ്റെ ഒരു അറ്റത്തുള്ള എല്ല് മുതൽ മറ്റേ അറ്റത്തുള്ള എല്ല് വരെയാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തതിന് ശേഷം ഹാഫ് ഓഫ് ഷോൾഡർ, അതായത് ഷോൾഡറിൻ്റെ പകുതി എടുക്കണം. ഇപ്പോൾ ഷോൾഡർ 14 അളവ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബൈ 2 ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. ഞാനിതിൽ ഒരു 1/4 ഇഞ്ച് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 7.25 മൊത്തം എടുക്കണം. ഇനി നമുക്ക് 3 ലെങ്ത്ത് എടുക്കാനുണ്ട് ഷോൾഡർ മുതൽ, അതായത് ചെസ്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് നെഞ്ചളവ്, പിന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റ് കഴിയുന്ന നമ്മളെ ഷേപ്പിൻ്റെ ഭാഗമാണ്. ബ്രസ്റ്റ് കയ്യിൽ നമ്മുടെ നെഞ്ചിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഷേപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനാണ് വേസ്റ്റ് എന്ന് പറയുക. വേസ്റ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഹിപ്പാണ്. അപ്പം നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കിട്ടാൻ ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റ് കഴിഞ്ഞ് നേരെ ടച്ച് ചെയ്യുന്ന നമ്മളെ ഷേപ്പിൻ്റെ ഭാഗം വരെയുള്ള ആ ഒരളവ്, നോർമലി അളവ് 15 ആയിരിക്കും. അപ്പോൾ അതിന് 15ൻ്റെ പകുതിയാണ് നമ്മളെ ചെസ്റ്റ് അളവ് വരിക. അപ്പോൾ ഞാനിതിൽ 14 കൊടുത്തത് തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് 15ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 7.5 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹിപ്പ് ലെങ്ത്, അപ്പോൾ ഷോൾഡർ മുതൽ നേരെ ഹിപ്പ്, അതായത് ഊരയുടെ ഭാഗം വരെ 20 അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് കൈക്കുഴിയാണ് കിട്ടേണ്ടത്, ആം ഹോള്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 7.5 അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ വരെ നമ്മളൊരു മാർക്ക് ചെയ്തിട്ട് നേരെ ഷോൾഡറിൽ നിന്നും താഴേക്കൊരു ലൈന് വരയ്ക്കുക. എന്നിട്ട് പുറത്തേക്കൊരു ലൈന് കൊടുക്കുക. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടാണ് ഇനി നമുക്ക് കിട്ടേണ്ടത്, അതായത് നെഞ്ചളവ് കിട്ടാൻ നെഞ്ചളവാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. എന്നിട്ട് അതിനോട് കൂടിയിട്ട് 2.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് നമ്മളിവിടെ രേഖപ്പെടുത്തി. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് 15 നമ്മൾ സ്കെയിൽ വെച്ചൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2.5 ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നമ്മൾ ആം ഹോൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ വേസ്റ്റിലോട്ട് സ്കെയിൽ വെച്ച് തന്നെ വരച്ചെടുക്കണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഹിപ്പ് റൗണ്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഹിപ്പിലേക്ക്, ഷോൾഡറിൽ നിന്നും ഹിപ്പിലേക്ക് ലെങ്ത്ത് 20 നീളം 20. അതിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹിപ്പ് റൗണ്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്ലസ് 1 ഇഞ്ചാണ് നമ്മളിവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. അത് സ്ലിറ്റ് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിപ്പിലോട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, സ്കെയിൽ വെച്ച് വരയാതെ കൈ കൊണ്ട് തന്നെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് താഴെ ബോട്ടം നമുക്ക് ഒരു ലൈന് കൊടുത്തതിന് ശേഷം 12 മുതൽ 17 വരെയാണ് ബോട്ടം നമുക്ക് വീതി എടുക്കുന്നത്. നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ 17 വരെയൊക്കെ കൊടുക്കാം. എന്നിട്ട് ഹിപ്പ് മുതൽ നേരെ താഴേക്ക് ബോട്ടത്തിലേക്ക്
നമ്മൾ സ്കെയിൽ വെച്ച് തന്നെ വരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ താഴെ ഞാൻ 17 കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ടോപ്പിൽ നിന്നൊക്കെ ബോട്ടം അളവെടുക്കുകയാണെങ്കിൽ 24 മൊത്തം വെച്ചാൽ അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് പ്ലസ് 1 ഇഞ്ച് സ്ലിറ്റ് മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ നെക്ക് വിഡ്ത്ത് നമുക്ക് ഏകദേശം ഒരു 2.5 മുതൽ 3 ഒക്കെ കൊടുക്കാം വലിയ ആളുകൾക്ക്. അതിൽ കൂടുതൽ കൊടുത്താൽ ബോട്ട് നെക്കൊക്കെ ആയിട്ട് മാറും. ഇനി 2.5 മുതൽ നേരെ താഴെ 2.5 തന്നെ എടുക്കുക. എന്നിട്ട് നേരെ താഴേക്ക് ഒരു ലൈന് വരച്ചിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഷോൾഡറിൽ നിന്നും ഒരു 5.5 രേഖപ്പെടുത്തുക. 5.5 എടുത്താൽ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്ന സമയത്ത് 6-ലെത്തും. അപ്പോൾ 6 റിസൾട്ട് വരിക. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ക്രോസ് കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് ഒരു യു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഡീപ്പ് യു അല്ലാതെ ഒരു വൈഡായിട്ടുള്ള യു ആണ് ഞാൻ ചെയ്യുന്നത്. ഇനി ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചസൊക്കെ ഇറക്കം കൊടുക്കാം. എന്നിട്ട് ഒരു ക്രോസ് കൊടുത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ഇഞ്ചസ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് 5.5 കൊടുത്തിരിക്കുന്നത്. ഇത് നോർമൽ അളവാണ്. ഇനി നമുക്ക് ആം ഹോളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചുരിദാറിന് ഒരു നേരെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചുരിദാർ നല്ല രസമുണ്ടാവും കാണാൻ. ഒരു ചെറിയ ചെരിവ് എന്തായാലും വേണം. ആ 1/2 ഇഞ്ച് മുതൽ നേരെ ആം ഹോളിൻ്റെ ആ ഒരു ലൈൻ്റെ നടു, അതായത് മിഡ് പോയിൻ്റ് എടുക്കുക. ആ ഒരു ലൈൻ്റെ മിഡ് പോയിൻ്റ് എടുത്തതിന് ശേഷം നേരെ ഒരു ക്രോസ് നമുക്ക് എടുക്കണം. ഈ ക്രോസ് എത്രയാണ് എടുക്കേണ്ടതെന്ന് ചെസ്റ്റ് റൗണ്ടിനെ 28 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആ ഒരു ക്രോസിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ 1.5 ഒക്കെ ആയിരിക്കും നോർമൽ കിട്ടുക. അപ്പോൾ ഓരോരുത്തരുടെ ചെസ്റ്റ് റൗണ്ടിനനുസരിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ആ മിഡ് പോയിൻറ്റിൽ നിന്നും ആ ക്രോസിലൂടെ നമ്മുടെ ഔട്ട്ഫിറ്റിലേക്കാണ് നമ്മൾ വരച്ച് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നേരിട്ടിട്ട് തയ്യൽ തുമ്പിലേക്ക് വരച്ച് കൊടുക്കരുത്. ഇനി നമ്മൾ മിഡ് പോയിൻ്റ് എടുത്തത് ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഉൾഭാഗത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത ആ ഒരു പോയിൻറ്റിൽ നിന്നും സ്കെയിൽ വെച്ച് തന്നെ ഒരു 1/2 ഇഞ്ചിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ആം ഹോള് നേരത്തെ ബാക്ക് ആം ഹോളാണ് ചെയ്തത്. അതിനൊന്ന് കുഴിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് അതിന് താഴെയൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതാണ് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ചുരിദാർ മെഷർമെൻറ്റ് ഇങ്ങനെയാണ് എടുക്കുക. ഇതിപ്പോൾ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ടോപ്പിൽ കട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇനി സ്ലീവാണ് ചെയ്യുന്നത്, ചുരിദാറിൻ്റെ സ്ലീവ്. അപ്പം ഞാൻ നീളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പം നീളം, അതായത് ലെങ്ത്ത്, വീതി, വിഡ്ത്ത് നമുക്ക് ഈ ഒരു പോർഷനിലാണ് ചെയ്യുന്നത്. ഇപ്പം നീളം നേരെ ഒരു ലൈന് വരച്ച് കൊടുക്കാം. ഫുൾ ലെങ്ത്തിനോട് കൂടിയിട്ട് 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ഫുൾ സ്ലീവ് 3/4 സ്ലീവ് എടുക്കുന്നത്. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത്തിനോട് കൂടിയിട്ടും 1.5 കൊടുക്കാം. അത് നമ്മളെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ 3/4 ചെയ്യുന്നത്. ഇനി കൈക്കുഴിയുടെ ആ ഒരു പോർഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന് ചെസ്റ്റ് റൗണ്ടിനെ 6 കൊണ്ട് ഹരിച്ച് 2.5 കൂട്ടലാണ്. അങ്ങനെ 2.5 കൂട്ടിയാലാണ് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം കിട്ടുക. ഇനിയിപ്പോൾ അതും അല്ല, നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു എഡ്ജ് വലിച്ച് പിടിച്ചാലും ഈ ഒരു പോർഷൻ കിട്ടും. ഇനി നേരെ നമുക്ക് ഈ ഒരു ഭാഗമാണ് കിട്ടേണ്ടത്. ഈ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് റൗണ്ടിനെ 8 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് അതിൻ്റെ കിട്ടിയ റിസൾട്ട് കൊണ്ട് 1/2 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനും കിട്ടും. എന്നിട്ട് ഈ ഒരു എഡ്ജിൽ നിന്നും
കോണിൽ നിന്നും നമുക്ക് കിട്ടിയ താഴ്ഭാഗത്തേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ലൈൻ്റെ മിഡ് പോയിൻ്റ് നടു എടുക്കുക. ഇനി ഈ നടു കിട്ടിയ മിഡ് പോയിൻറ്റിൻ്റെ 2 സൈഡിലും നടു എടുക്കണം. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ പാരലലായിട്ട് സ്കെയിൽ വെക്കുക. ഒരേ സമാന്തരമായിട്ട് സ്കെയിൽ വെച്ചിട്ട് നേരെ പുറത്തേക്ക് 1/4 ഇഞ്ച് മുകളിൽ കൊടുക്കണം. അവിടെ ഒരു കുത്തിട്ട് കൊടുക്കാം. അതേപോലെ പാരലലായിട്ട് വെച്ചിട്ട് പിന്നെ വരുന്നത് മിഡ് പോയിൻറ്റിൽ 1/2 ഇഞ്ചാണ് പുറത്തേക്കാണ് ഇത് രണ്ടും കൊടുക്കുന്നത്. പിന്നെ 1/2 ഇഞ്ച് ഉൾഭാഗത്തേക്ക് കൊടുക്കണം. ഇത് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരഭാഗം ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നോക്കാം, ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു 0-യിൽ നിന്നും 1/4 ഇഞ്ചിലേക്ക് കൊടുത്ത് 1/2 ഇഞ്ചിലേക്ക് കൊടുത്ത് നേരെ താഴേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് കൈക്കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യേണ്ട രീതിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നേരെ കാലിലേക്ക് കൊടുത്ത് ലൈനിലേക്ക് ടച്ച് ചെയ്ത് ഫ്രണ്ടിലുള്ള അരയിലോട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ആ ഒരു പോർഷനാണ് കിട്ടേണ്ടത്. സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ഓഫ് സ്ലീവ് റൗണ്ട് പ്ലസ് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 10 കിട്ടുന്നത് റിസൾട്ട് നമുക്ക് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 ലൈനും കൂടെ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നേരെ താഴേക്ക് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. മടക്കി തയ്ക്കുമ്പോൾ തുണി അവിടെ ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ചുരിദാർ 4 മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഫിഗർ ഈ ചുരിദാറിലേക്ക് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. എൻ്റെ ഫുൾ ലെങ്ത്ത് 48 കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് അതിലേക്ക് 2 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുകളിൽ 1/2 ഇഞ്ചും താഴെ 1.5 ഇഞ്ചും മടക്കി തയ്ക്കാൻ. ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം. എനിക്ക് ഷോൾഡർ മൊത്തത്തിൽ വരുന്നത് 16. അതിൻ്റെ പകുതി എടുക്കാം, 8 ഇഞ്ച്. അതിനോട് കൂടിയിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ ഈ ഒരു പോർഷനിൽ നിന്നും ഇങ്ങോട്ട് വെച്ചിട്ട് 8.25 അടയാളപ്പെടുത്തി. ഇനി 8.25 നേരെ താഴേക്ക് തന്നെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. കൈവീതി ഉള്ളവർക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യണം. ഇനി നമുക്ക് വേസ്റ്റിലേക്കുള്ള ലെങ്ത്തിൻ്റെ പകുതിയാണ് ചെസ്റ്റ് വരിക. അപ്പോൾ കൈവണ്ണമുള്ളവർ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മാത്രമേ അവർക്ക് കയറുള്ളൂ, അല്ലാതെ ചുരിദാറിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇനി നെഞ്ചളവ്, അതായത് ചെസ്റ്റ് റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് റൗണ്ട് 44. അതിനോട് കൂടിയിട്ട് 4 കൊണ്ട് ഹരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2.5 കൂട്ടാണ്. അപ്പോൾ എനിക്ക് 44നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 11 കിട്ടി. പ്ലസ് 2.5 ഇഞ്ച് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് എനിക്ക് വേസ്റ്റ് ലെങ്ത്ത് കിട്ടുന്നത് 15. 15 മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്ത് എടുക്കണം. അപ്പോൾ വേസ്റ്റിൻ്റെ എൻ്റെ വണ്ണം 38. 38നെ ടാപ്പിൽ ഇതുപോലെ 4 ആക്കിയിട്ട് മടക്കുക.
അപ്പോൾ എനിക്ക് 9.9 കിട്ടിയിട്ടുണ്ട്. ഈ 9.5 നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനോട് കൂടിയിട്ട് 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എനിക്ക് 12 കിട്ടിയിട്ടുണ്ട്. ആ ഒരു 12ൽ മാർക്ക് ചെയ്ത് ഈ ആം ഹോളിൽ നിന്നും നമ്മൾ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം. ഒന്ന് ചെരിച്ച് വരയ്ക്കണം. ആ 2 മാർക്ക് കൂടി ചെരിച്ച് വരയ്ക്കണം. ഇവിടെ സ്കെയിൽ തന്നെ മസ്റ്റാണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഹിപ്പിലേക്കുള്ള ലെങ്ത്താണ്. എനിക്ക് ഓപ്പൺ വരുന്നത് 20ലാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹിപ്പ് ലെങ്ത്ത് എടുത്ത് അതിൻ്റെ വിഡ്ത്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഹിപ്പ് റൗണ്ട് 46ആണ്. അപ്പോൾ 46നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്യാണ്. തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മതി. 1.5 ഇഞ്ചൊക്കെ എടുക്കുമ്പം സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷന് ഓവറായിട്ട് വിഡ്ത്ത് കൂടി പോകും. അപ്പോൾ ഒരൊറ്റ ഇഞ്ച് മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വേസ്റ്റിൽ നിന്നും കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇനി നമുക്ക് താഴെ ബോട്ടാണ് വേണ്ടത്. എനിക്ക് ബോട്ടം 24ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ 12ആണ് എടുക്കുന്നത്. അതിനോടുകൂടി 1 ഇഞ്ച് കൂടി 13 ഇഞ്ചാണ് ബോട്ട് എടുക്കുന്നത്. ഇനി ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ താഴെ ബോട്ടത്തിലേക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കണം. എൻ്റെ അടുത്ത് വലിയ സ്കെയിലില്ലാത്തതാണ്. അപ്പം ഞാൻ ടാപ്പ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ സ്കെയിൽ തന്നെ വെച്ച് വരയ്ക്കണം. കാരണം ഈ ഒരു പോർഷൻ വളഞ്ഞു പോയാൽ സ്ലിറ്റ് ഇതുപോലെ വൈഡായിട്ടും ഒരു ഫ്ലെയർ രൂപത്തിലൊക്കെ ആയിരിക്കും കിട്ടുക. നല്ല സ്ട്രൈറ്റായിട്ട് കിട്ടില്ല. ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ച് കൊടുക്കണം. ഈ ഒരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത് ഫ്ലെയർ വേണ്ടിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ചുരിദാർ വരച്ച് കാണിച്ചത്. ഇങ്ങനെയും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ നമുക്ക് കൈക്ക് അങ്ങനെ ആ ഒരു ഭാഗം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹിപ്പിൽ നിന്നോ വേസ്റ്റിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കൂടും. ഹിപ്പിലേക്ക് അങ്ങോട്ട് പോകണ്ട. ചെരിച്ചിട്ട് മാക്സിമം തുണി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ. ഇത് ഫ്ലെയർ വേണ്ടിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. ചുരിദാറിനാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. ഇനി നമുക്ക് കൈക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചുരിദാറിൽ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഫ്ലെയറിൻ്റെ ആ ഒരു ടൈപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോള് ചെയ്ത് കാണിക്കാം. 1/2 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. അത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനാണ്. ഇനി ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഡ് പോയിൻ്റ് എടുക്കുക. ഇനി ക്രോസ് കൊടുക്കൽ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് നമ്മൾ 28 കൊണ്ട് ഹരിച്ചാൽ ഈ ക്രോസിൻ്റെ ആ ഒരു പോർഷൻ കിട്ടും. ഇനി മിഡ് പോയിൻറ്റിൽ നിന്നും ക്രോസിലൂടെ നമ്മുടെ ഔട്ട്ഫിറ്റിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഔട്ട്ഫിറ്റിൽ നിന്നും പിന്നെ തയ്യൽ തുമ്പിലേക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ ഷോൾഡറിൽ നിന്നും 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് മിഡ് പോയിൻ്റ് എടുത്തില്ലേ, അവിടെ നിന്നും ഉൾഭാഗത്തേക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് ആ 1/2 ഇഞ്ചിലോട്ട് വരച്ച് നേരെ ബേക്ക് പോർഷൻ്റെ ആ ഒരു ആം ഹോളിൽ നിന്നും താഴെ അതിൻ്റെ നേരെ താഴെ കൂടെ ഒന്ന് ആം ഹോൾ വരച്ചു കൊടുക്കാം. കുഴിച്ച് കട്ട് ചെയ്യാന്നാണ് ഇതിൻ്റെ പേര്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്താം. എനിക്ക് 2.5 നെക്ക് വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 5.5ലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 6 ആയിരിക്കും. അപ്പോൾ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് 6ലോട്ട് വരും. അങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് ഇങ്ങനെ ചെയ്യുക. ഇനി ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു 5.5 തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ക്യാൻവാസ് കുറച്ചുകൂടി ഇറക്കാനൊന്നും പറ്റൂല. അപ്പം എത്രയാണോ നമുക്ക് 6 ആണെങ്കിൽ 6ൽ മാത്രമായിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറക്കം കൊടുക്കുന്നത്.
ഒന്ന് ചെറിയൊരു കർവ് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് എംബ്രോയ്ഡറി ആയതുകൊണ്ട് ഇതിൽ ചോക്ക് വരയുന്നില്ല, പിടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു മെത്തേഡ് കാണിച്ച് തരാൻ കഴിയുന്നില്ല. എന്തായാലും ഞാൻ വരച്ച ഫിഗറിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ തുണി ഒരല്പം പോലും വേസ്റ്റ് ആവാത്ത രീതിയിൽ, അതായത് നമുക്ക് ചുരിദാറിൻ്റെ സ്ലീവ് നല്ല ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച്, അതായത് ഈ എംബ്രോയ്ഡറി നമുക്കൊന്ന് കൈ കൊണ്ട് വലിച്ച് പൊട്ടിച്ചെടുക്കാം. ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ചാണ്, ഒന്ന് വലിച്ചാൽ തന്നെ ആ ഒരു എംബ്രോയ്ഡറി ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് പോരും, നമുക്ക് അങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബ്ലേഡോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം. മറ്റേ നമ്മളെ മെറ്റീരിയലിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ പതുക്കെ വലിച്ച് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ അത് സ്ക്വയറായിട്ട് അവരടിച്ച് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് ചെറുങ്ങനെ വലിച്ചാൽ തന്നെ അതിങ്ങോട്ട് പോരും, നല്ല സിമ്പിളായിട്ട് തന്നെ പോരും. അപ്പോൾ മൊത്തമായിട്ട് അങ്ങനെ ഊരിയെടുത്ത് വീണ്ടും നാലാക്കി മടക്കി നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് മാത്രം എടുത്തിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ഫിഗർ ക്ലോത്തിൽ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലീവ് ഇങ്ങനെ എന്താ പറയുക, മുകൾ ഭാഗം വേറെ പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത രീതിയിലല്ലാതെ മുഴുവനായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടും. ചെറിയൊരു പീസ് താഴ്ഭാഗത്ത് കൊടുക്കേണ്ട ആ ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ പിന്നെ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എംബ്രോയ്ഡറി അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഏറ്റവും അവസാനം മാത്രം ഈ എംബ്രോയ്ഡറി വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നാലാക്കിയിട്ട് തുണി മടക്കി വെക്കുക. നമുക്ക് ആവശ്യമുള്ള ആ ഒരു വീതി മാത്രം എടുത്താൽ മതി. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സ്ലീവിന് കിട്ടും. അതേ മറിച്ച് ഞാൻ ഫസ്റ്റ് ചെയ്ത രീതിയിലാണെങ്കിൽ 4 പീസായിട്ടാണ് സ്ലീവ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഒരു 4 പീസിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പം നേരെ നമുക്കൊരു തുണി കിട്ടി അങ്ങനെ 4 ആക്കിയിട്ട് മടക്കാതെ ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെക്കാതെ ആ ഒരു 4 പീസും വേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ ടാപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും വീതി കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ടാണ്. നമ്മുടെ ഊരയുടെ ഭാഗം ആ ഒരു റൗണ്ടാണ്. അതിനോട് കൂടിയിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു വിഡ്ത്താണ് നമ്മൾ ഈ തുണിയിൽ എടുക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ഭാഗം മാറ്റി വെച്ച് ക്ലോത്ത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് മാത്രം എടുത്താൽ മതി. അത്രയും പോർഷൻ നമുക്ക് കൈക്ക് കിട്ടും. ഇനി ആ ഒരു പോർഷനിൽ ഞാൻ ചെയ്യുന്നത് വീണ്ടും ഒരു തവണ കൂടി കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയും കൂടി കാണിക്കുന്നുണ്ട്.
നമുക്ക് താഴേന്നാണ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വരേണ്ടത്. അപ്പോൾ താഴേന്ന് ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തു, സ്ലിറ്റ് കട്ട് ചെയ്തു, വേസ്റ്റും ഹിപ്പും ഒക്കെ കട്ട് ചെയ്തു. ചെസ്റ്റ് അളവിൻ്റെ അവിടെ എത്താറായി. നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഒരു നോച്ചസ്, അതായത് ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. ആം ഹോൾ, ബാക്ക് ആം ഹോളാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. ഇനി ബാക്ക് നെക്കും കട്ട് ചെയ്തിട്ട് സൈഡ് നമുക്കൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് പീസ് നമുക്ക് മാറ്റി വെക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴിയും അതേപോലെ ഫ്രണ്ട് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ആലിലെ ഷേപ്പിലാണ് ഇപ്പോൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 പീസും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്ക് നെക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നത്. ഇനി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി ഫ്രണ്ടിൽ വെച്ച് തയ്ച്ചതിന് ശേഷം ഒന്നുകൂടി കട്ട് ചെയ്ത് മറിച്ചാൽ നല്ല ഭംഗി തന്നെ കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും, സ്ലീവിനുള്ള തുണി കിട്ടും ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചുരിദാർ കട്ട് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് കാണാം. സ്ലീവ് ഇതുപോലെ തന്നെ 4 ആക്കിയിട്ട് മടക്കണം. ചെറിയൊരു പോർഷൻ, ഒരു വെട്ട് കുടുങ്ങിയ ഒരു ഭാഗമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അവിടെ ഒരു പീസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും ഇത്രയും പീസ് നമുക്ക് വീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ നമുക്ക് 4 പീസായിരിക്കും കിട്ടുക. അപ്പോൾ അത് ജോയിൻ്റ് ചെയ്യുമ്പം അത് പുറം ഭാഗത്തേക്ക് നല്ലോണം കാണും. ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പീസ് താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണാം. അപ്പോൾ 4 ആക്കി മടക്കി ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. ക്ലോത്ത് ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ 3/4 സ്ലീവാണ് ചെയ്യുന്നത്, മുക്കാൽ കൈ. ത്രീ-ഫോർത്ത് 17 ഒക്കെയാണ് എടുക്കുക. ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് 10-15ൻ്റെ ഉള്ളിലായിട്ട് വരും. പിന്നെ ഫുൾ സ്ലീവ് ഉള്ളവർക്ക് 20-21 ആ ഒരു രീതിക്കാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ 17 വേണ്ടത്. അപ്പോൾ ഞാൻ 17 മാർക്ക് ചെയ്ത് ഒരു 1.5 ഇഞ്ച് എനിക്ക് മടക്കി തയ്ക്കാൻ ആവശ്യമുണ്ട്. അതായത് താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും മുകളിൽ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കൈക്കുഴീൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 1.5 ഇഞ്ച് എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം നിവർത്തി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൈക്കുഴിക്കുള്ള തുണി അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതല്ല, നേരത്തെ ഞാൻ സ്ലീവ് ചെയ്ത പോലെയാണെങ്കിൽ ചെസ്റ്റ് റൗണ്ടിനെ 6 കൊണ്ട് ഹരിച്ച് അതിൽ 2.5 കൂട്ടാണെങ്കിലും ഈ ഒരു രീതിക്കാണ് കിട്ടുക. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഈ ഒരു ഭാഗം കിട്ടേണ്ടത് ചെസ്റ്റ് റൗണ്ടിനെ 8 കൊണ്ട് ഹരിച്ച് 1/2 ഇഞ്ച് കുറച്ചെടുക്കുക.
അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായാണ് കിട്ടുക. കുട്ടികൾക്കുള്ളതും ഈ ഒരു ഇക്വേഷനിൽ തന്നെ ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി ക്രോസ് ആക്കിയിട്ട് ഒരു ലൈന് കൊടുത്ത് ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. മിഡ് പോയിൻ്റ് എടുത്തതിന് ശേഷം ആ മിഡ് പോയിൻറ്റിൽ നിന്നും 2 സൈഡിലേക്കുള്ള ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ് എടുക്കേണ്ടത്. നേരത്തെ വരച്ച പോലെ തന്നെ പാരലലായിട്ട് നമ്മൾ വെച്ചിട്ട് പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് കൊടുക്കണം. ഇനി സെൻറ്ററിൽ നിന്നും 1/2 ഇഞ്ച് പുറത്തേക്ക് കൊടുക്കുക. ഇനി താഴ്ഭാഗത്തുള്ള ഈ ഒരു മിഡ് പോയിൻറ്റിൽ നിന്നും 1/2 ഇഞ്ച് കൈയുടെ ഉൾഭാഗത്തേക്ക് കൊടുക്കണം, കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഈ ഒരു കൈക്കുഴീൻ്റെ ഒരു ബാക്ക് ആം ഹോളാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ചിലോട്ട് പോയി 1/2 ഇഞ്ചിലേക്ക് വന്ന് താഴ്ഭാഗത്തേക്ക് നേരെ ലൈന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് കൈക്കുഴി കുഴിക്കേണ്ടത് 1/4 ഭാഗത്തിൽ നിന്നും മുകളിൽ നിന്നും 1/4ലേക്ക് കൊടുത്ത് 0യിലേക്ക്, അതായത് ആ മിഡ് പോയിൻ്റ് ആ ലൈനിലേക്ക് ടച്ച് ചെയ്തു ഒന്ന് കർവ് രൂപത്തിൽ തന്നെ വരച്ചു കൊടുക്കണം. ഇനി ഫ്രണ്ടിലുള്ള ഈ ഒരു 1/2 ഇഞ്ചിലോട്ട് വരച്ച് നേരെ ലൈന് അവസാനിക്കുന്നിടത്തേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ബാക്ക് കൈയും കിട്ടിയിട്ട് ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്ത ഈ ഒരു രീതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള കൈക്കുഴി കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം റൗണ്ട് കിട്ടണം. സ്ലീവിൻ്റെ 17 കിട്ടിയ ആ ഒരു ഭാഗത്തിൻ്റെ റൗണ്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഹാഫ് ഓഫ് സ്ലീവ് പ്ലസ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് 10 അപ്പോൾ അതിൻ്റെ പകുതി 5 പ്ലസ് 1 ഇഞ്ച് 6 ഇഞ്ച് കിട്ടി. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴെ ഭാഗത്ത് നിന്നും ഈ ഒരു 6ലോട്ട് നേരെ ഒരു ലൈന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. എനിക്ക് ചെറിയൊരു പീസ് അവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത്ര ക്ലോത്ത് കിട്ടില്ല എങ്കിലും താഴ്ഭാഗത്തായതുകൊണ്ട് വല്ലാതെ അറിയില്ല. എങ്കിലും മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഈ ഒരു രീതിയാണ് ബെറ്ററായിട്ട് ഉണ്ടാവുക. ചെറിയൊരു പീസ് താഴെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി മടക്കി തയ്ക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് 1 ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലും തുണി മടക്കി തയ്ക്കുന്ന സമയത്ത് അവിടെ തികയാത്തൊരു പ്രശ്നം വരില്ല. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ആദ്യം കട്ട് ചെയ്യുന്നത് നമ്മൾ ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഇനി 2 സ്ലീവും നിവർത്തി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കാൻ.
വീഡിയോ നല്ല ലോങ് ആകുന്ന കാരണം കൊണ്ട് ഇതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ട് പീസും നമ്മൾ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം.